സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാന തർക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കി. കേരളത്തിൽ തുടരാൻ താൽപര്യം, നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുമെന്ന് അബിൻ വർക്കി മാധ്യമങ്ങളോട്. കുറ്റക്കാരനെന്ന് വിധിച്ചത് പാലക്കാട് ജില്ലാ കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം തുടരുന്നു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ K. സുനിൽകുമാറിനെതിരെ നടപടിയെടുത്തേക്കും. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥകൾക്ക് ഇന്ന് തുടക്കം. പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. 5 കിലോമീറ്റർ ദൂരത്തിൽ പ്രശ്നമുണ്ടെന്ന് കളക്ടർ കോടതിയിൽ. 3-4 ഇടങ്ങളിൽ മാത്രമാണ് പ്രശ്നമെന്ന് NHAI വാദം. ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ വെള്ളിയാഴ്ച ഉത്തരവിറക്കാമെന്ന് കോടതി. പേരാമ്പ്ര സംഘർഷത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പേരാമ്പ്ര സംഘർഷത്തിൽ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന FIR. ഷാഫി പറമ്പിലിനെ 1-ാം പ്രതിയാക്കി. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തി. ഞെട്ടിച്ച് സ്വർണ്ണവില. ഒറ്റയടിക്ക് കൂടിയത് 2400 രൂപ. ലക്ഷത്തിലേക്ക് പൊന്നും വില എത്താൻ ഇനി കുറഞ്ഞ ദൂരം. സ്വർണം പവന് 94,360 രൂപ. കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്ന കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. പ്രതികൾ മോഷ്ടിച്ച പണത്തിന് ഏലക്കയും വാങ്ങിയതായി കണ്ടെത്തൽ. ഏലക്ക വാങ്ങിയത് 14 ലക്ഷം രൂപയ്ക്ക്. വിശദമായ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ നിയമനത്തിൽ അതൃപ്തി പരസ്യമാക്കി ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും അതിനെ നേതൃത്വം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അബിൻ വർക്കി പറഞ്ഞു. കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കേസുണ്ടാക്കി, TV-യിൽ പോകാൻ പറഞ്ഞപ്പോൾ അവിടെ പോയി. എൻ്റെ പാർട്ടി എന്താണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ഞാൻ ചെയ്തത്. എൻ്റെ പേരിനൊപ്പം കോൺഗ്രസ് എന്ന ഒരു ടാഗും കൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കൊരു മേൽവിലാസം ഉണ്ടായുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്നെ എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. എൻ്റെ പാർട്ടി നടത്തുന്ന ഒരു മഹായുദ്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. ആ മഹായുദ്ധം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട ഒരു അനിവാര്യതയുണ്ട്. കാരണം ഞാനടക്കമുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാലമായി ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെയും BJP സർക്കാരുകൾക്കെതിരെയും സാധാരണ പ്രവർത്തകരോടൊപ്പം സമരങ്ങൾ നടത്തി വരികയാണ്. ഒട്ടേറെ ആശയപ്രചരണങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ അതൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഏറ്റവും സുപ്രധാനമായ ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു പ്രവർത്തനം തുടരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മുന്നേയും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കേരളത്തിൽ തുടരാനുള്ള ഒരു അവസരം തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യമെങ്ങും പാർട്ടി പ്രവർത്തനം നടത്താമല്ലോ എന്നായിരുന്നു KPCC അധ്യക്ഷന്റെ മറുപടി.
അബിൻ വർക്കി ഒരു പരാതി പറയുന്നു, അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. അദ്ദേഹത്തെ കേരളത്തിൽ നിർത്തുമോ? കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിലേക്ക് തീരുമാനത്തിൽ മാറ്റമില്ല. KC വേണുഗോപാൽ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ടാകും. അബിൻ വർക്കിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. പാർട്ടി അവസാനമായി എടുക്കുന്ന തീരുമാനം എല്ലാവരും അംഗീകരിക്കണം. ഇഷ്ടമായതും അല്ലാത്തതുമായ എല്ലാ തീരുമാനങ്ങളും പാർട്ടിയിൽ നിൽക്കുമ്പോൾ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് കോൺഗ്രസ്സില് ഒരു വ്യക്തിയല്ല പ്രാധാന്യമുള്ളത്, പാർട്ടിയാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എല്ലാ ആസ്പെക്റ്റും പരിഗണിച്ചിട്ടാണ്, എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് നല്ല ചെറുപ്പക്കാരായ 4 പേരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരെല്ലാം അംഗീകരിക്കും. ഞാനതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വേണ്ട എന്ന് പറയുന്നവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുമല്ലോ. അബിൻ വർക്കി വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ അദ്ദേഹം ഇപ്പോൾ തീരുമാനത്തിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീരുമാനത്തെ അംഗീകരിക്കുന്നു എന്നാണ് ശ്രീ അബിൻ വർക്കി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങളൊരു കോൺട്രവേഴ്സി ആക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ദേശീയ സെക്രട്ടറി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് നിന്ന് മാറി ദേശീയ തലത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കുമോ അത് വേണ്ടെന്ന് പറയുന്നത്? അങ്ങനെയായിരിക്കും. അല്ല, അതിപ്പോ ചില നേതാക്കന്മാർക്ക് സംസ്ഥാനമാണ് താല്പര്യം, ചിലർക്ക് ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഇപ്പോൾ എനിക്കായിരുന്നു ദേശീയ രാഷ്ട്രീയമാണ് താല്പര്യം. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലാണ് പ്രവർത്തിച്ചത്. സംസ്ഥാനത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് ഓരോരുത്തരുടെ രീതിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് എല്ലാവരും അംഗീകരിക്കണം. ജോഷി TV ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോഷി, ദേശീയ സെക്രട്ടറി ആകാൻ താല്പര്യമില്ലെന്നാണ് അബിൻ വർക്കി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും പറയുന്നുണ്ട്. എന്താണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ? അവണി തന്നെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കാത്തതിലുള്ള അതൃപ്തി പറയാതെ പറഞ്ഞുകൊണ്ടാണ് അബിൻ വർക്കി ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. ഇന്ന് പാർട്ടിയുടെ സ്ഥാനങ്ങളിലല്ല പ്രശ്നം. ഒരു സ്ഥാനമില്ലെങ്കിലും സാധാരണക്കാരനായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി അടികൊള്ളാൻ താൻ ഇവിടെ ഉണ്ടാകും. ഒരു പോസ്റ്റ് കിട്ടിയില്ല എന്നോർത്തോ മറ്റോ അതിൽ ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യില്ല. പക്ഷെ പാർട്ടി എന്താണോ കൽപ്പിച്ചു തരുന്നത് അത് ഉത്തരവാദിത്തത്തോടുകൂടി ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ നിറവേറ്റാൻ ശ്രമിക്കും. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകനായി അത്തരത്തിൽ തുടരും എന്നൊക്കെ പറയുമ്പോഴും ഈ പാർട്ടി ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പേരിനൊപ്പം കോൺഗ്രസ് എന്ന ടാഗ് കൂടി ഉണ്ടെങ്കിലേ തനിക്കൊരു മേൽവിലാസം ഉണ്ടാവുകയുള്ളൂ എന്നാണ് അബിൻ വർക്കി പറഞ്ഞിട്ടുള്ളത്. ആ മേൽവിലാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല. പാർട്ടി സമരം ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, ജയിലിൽ പോകാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു, കേസുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അതെല്ലാം ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കേരളത്തിൽ പ്രവർത്തനം തുടരാനാണ് താൻ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതിലൂടെ സംസ്ഥാന അധ്യക്ഷ പദവി താൻ അത്തരത്തിലൊരു താല്പര്യമുണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് വ്യക്തമാക്കൽ അബിൻ വർക്കി നടത്തുന്നുണ്ട്. ഈ നേതാക്കളോട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങളിൽ തനിക്ക് പരാതിയില്ല. പക്ഷേ നേതാക്കളോട് കേരളത്തിൽ തുടരാനുള്ള അവസരം തരണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി പരസ്യമായി തന്നെ അബിൻ വർക്കി പറയുന്നു. പാർട്ടിയുടെ വിവിധ ഘടകങ്ങളൊക്കെ പരിശോധിച്ചെടുത്ത തീരുമാനമാണ്. അത്തരമൊരു തീരുമാനപ്പം തന്നപ്പോൾ തന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അവരോട് ഇക്കാര്യങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. കേരളത്തിലെ ഈ ഒരു സുപ്രധാന സമയമാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സുപ്രധാന ഒരു സമയമാണ്. ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയൊക്കെയുള്ള സമരങ്ങളിലും പോരാട്ടങ്ങളിലും ഒക്കെ മുന്നിട്ട് തന്നെയാണ് താല്പര്യം. ഈ തെരഞ്ഞെടുപ്പൊക്കെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ താൻ ഇവിടെ തുടരേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടി അബിൻ വർക്കി സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ടിയുടെ തീരുമാനം തെറ്റായി എന്ന് പറയാൻ അബിൻ വർക്കി തയ്യാറായിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി എടുത്ത തീരുമാനം തെറ്റായി എന്ന് പറയുന്നില്ല. പക്ഷെ തന്റെ താല്പര്യം പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കും. കോൺഗ്രസ് എന്ന ഒരു വികാരം മാത്രമാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറയുന്നു.
ജോഷി, അതുപോലെ തന്നെ ഈ നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കുമല്ലോ ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ തനിക്ക് ദേശീയ സെക്രട്ടറി ആകാനുള്ള താല്പര്യമില്ല, തനിക്ക് ഈ കേരളത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി എന്ന അബിൻ വർക്കി ഈ ദേശീയ നേതൃത്വത്തെ അറിയിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിന് എത്രത്തോളം ഫലപ്രദമാകും? കാരണം ഇനി ഈ ഒരു ലിസ്റ്റ്, ഈ ഒരു പട്ടികയൊക്കെ ഇനി തിരുത്താൻ ഈ ദേശീയ നേതൃത്വം തയ്യാറാകുമോ? പട്ടികയിൽ അത്തരമൊരു സമ്മർദ്ദം ചെലുത്തി ഒരു തിരുത്തൽ വരുത്തുന്നതിനോ മറ്റോ സാധ്യത വളരെ വിദൂരമാണ്. എങ്കിലും തന്റെ കാര്യങ്ങൾ തനിക്ക് തന്റെ നിലപാടുകൾ അറിയിക്കുക എന്നുള്ളതിലാണ് അബിൻ വർക്കി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ദേശീയ സെക്രട്ടറി സ്ഥാനത്തിൽ താല്പര്യമില്ലെന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചതായാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ഈ പരിഗണനകളൊക്കെ വെച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ, കേരളത്തിൽ തുടരേണ്ട സാഹചര്യത്തിൽ, നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതിന്റെ ഒരു അതൃപ്തി പറയാതെ പറഞ്ഞുകൊണ്ടാണ് അബിൻ വർക്കി മുന്നോട്ട് പോകുന്നത്. എങ്കിലും അതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കടുത്ത നിലപാടുകൾ ഉണ്ടെങ്കിൽ ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കേണ്ടതില്ല, ഇപ്പോൾ തന്നിരിക്കുന്ന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടതില്ല, സാധാരണ പ്രവർത്തകനായി തുടരുമെന്നൊക്കെ പറയുന്നത് ഈ ഒരു പട്ടികയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്നതുള്ളത് കൊണ്ട് മാത്രമാണ്. ശരി, ജോഷി TV ആണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിട്ടുള്ള അബിൻ വർക്കി പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും JS അഖിൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഖിൽ, അതായത് ഈ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയായി ഇപ്പോൾ അബിൻ വർക്കിയെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു അതൃപ്തി, ഈ പാർട്ടിയെ കുറ്റം പറഞ്ഞില്ല എങ്കിൽ പോലും അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നുണ്ട് തനിക്ക് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നുള്ളൊരു കാര്യം. ഇനിയിപ്പോൾ ഇതിലൊരു മാറ്റം വരുന്ന സാധ്യത അത് എത്രത്തോളമാണ്? ഈ കോൺഗ്രസിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നൊരു അഭിപ്രായം എങ്ങനെയാണ്? ഈ അബിൻ വർക്കിയെ ഈ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനമാണോ ഈ കോൺഗ്രസിലെ മറ്റണികളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത്, അതോ അബിൻ വർക്കി കേരളത്തിൽ തന്നെ സജീവമായി നിൽക്കണമെന്നുള്ള ഒരു തീരുമാനമാണോ? അല്ല, അതിനകത്ത് സംഘടനാപരമായിട്ടുള്ള തീരുമാനം AICC നേതൃത്വവും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും എടുത്തിട്ടുള്ളത് അടിസ്ഥാനത്തിലാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള പരിഗണന ഓരോ ആളുകൾക്കും, സംസ്ഥാന പ്രസിഡന്റായി പരിഗണിക്കപ്പെട്ട 4 വ്യക്തികൾക്കും കൃത്യമായ പരിഗണന നൽകിക്കൊണ്ട് AICCയും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും എടുത്തിട്ടുള്ള തീരുമാനം സ്വാഭാവികമാണ്. പക്ഷേ അവിടെ ഒരു കാര്യം, ഈ പറയുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥതയായിട്ടാണ് അബിൻ വർക്കി അത് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അബിൻ വർക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിന് കുറച്ചും കൂടെ നാട്ടിൽ പ്രവർത്തിക്കാനാണ് അതിന്റെ ഒരു സാഹചര്യം, അദ്ദേഹത്തിന് അതാണ് താല്പര്യം എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞു പോയത്. പക്ഷേ ഇവിടെ സംഘടനാപരമായിട്ട് ഇപ്പോ ദേശീയ നേതൃത്വം അത്തരത്തിലുള്ള ഒരു ചുമതല നൽകിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പമൊന്നും അത്തരത്തിൽ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ 4 പേരും, ഈ 4 ആസ്പിരൻസ് ആയിട്ടുള്ള 4 പേരും കൃത്യമായി സംഘടനാപരമായി, ഇപ്പൊ ജനീഷ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബിനു ചുള്ളിയിൽ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ KM അഭിജിത്ത് ആയിക്കൊള്ളട്ടെ, അബിൻ ആയിക്കോട്ടെ, ഇവരെല്ലാവരും സംഘടനയ്ക്ക് എത്രമാത്രം വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ്. താഴെത്തട്ടിൽ KSU കാലം മുതൽ പണിയെടുത്ത് വന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അത് ആ തരത്തിലുള്ള ഒരു പരിഗണനയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും അർഹരാണ്. പിന്നെ ഒരു പോസ്റ്റ് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയിലേക്ക് ഒരാളിനെയല്ലേ നിയമിക്കാൻ കഴിയുള്ളൂ. അത് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള സന്തുലിതമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നേതൃത്വം എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം അംഗീകരിച്ചു പോകുക എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. തന്റെ പറഞ്ഞത് തന്റെ അഭിപ്രായം മാത്രമാണെങ്കിൽ എങ്ങനെയാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ഈ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്ന് തന്നെ അബിൻ വർക്കി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ എന്ത് തരത്തിലാണ് അദ്ദേഹം അത് ഉദ്ദേശിച്ചതെന്നുള്ളത് അതിനൊരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് ആർക്കും തന്നെ അത് മനസ്സിലായിട്ടുമില്ല. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഏത് തരത്തിലാണ്, ഏത് വ്യാഖ്യാനത്തിലാണ് അദ്ദേഹം അത് ഇപ്പൊ ദേശീയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിലോ കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങളിലോ ദൈനംദിനമായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലോ പങ്കെടുക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇതുവരെ സംഘടനാപരമായി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അത് ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് കൃത്യമായ ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ കോൺഗ്രസിനുള്ളിൽ ഉയരുന്നൊരു അഭിപ്രായം എന്താണ് അബിൻ വർക്കി? ഒരു വിഭാഗത്തിനെങ്കിലും ഇതിൽ ഈ അബിൻ വർക്കിയെ പോലെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഒരു അബിൻ വർക്കിയെ ദേശീയ തലത്തിലേക്ക് അയക്കുന്നതിൽ ഒരു അതൃപ്തി ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ.
അല്ല, അത് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ അബിൻ വർക്കിയേക്കാൾ അപ്പുറം ജോലി ചെയ്ത് സംഘടനാപരമായി ജോലി ചെയ്ത് സംഘടനാപരമായി തഴയപ്പെട്ട ആളുകളൊക്കെ പ്രസ്ഥാനത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബിൻ വർക്കിയുടെ തീരുമാനം അല്ലെങ്കിൽ ഇപ്പൊ ഓരോ ആളുകൾ ഇപ്പൊ ചില ആളുകൾ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്ററായി സംഘടനാപരമായി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റു ചില ആളുകൾ ഈ പറയുന്നത് പോലെ നന്നായി പ്രസംഗിക്കുകയും നന്നായി നല്ല ഒറേറ്റർ ആയിരിക്കും, നല്ല ചാനൽ ഡിബേറ്റേഴ്സ് ആയിരിക്കും. ചില ആളുകൾ ആളെ കൂട്ടി സമരം ചെയ്യാൻ മിടുക്കരായിരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ തരത്തിലുള്ള കഴിവുള്ള ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും ആ ഓരോ ആളുകൾക്കും ഇപ്പോൾ തഴയപ്പെട്ടു എന്നൊരു ഫീല് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ പറയുന്ന പോലെ സംഘടനാപരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് സംഘടനാ നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തഴയപ്പെട്ട ആളുകൾ പോലും ആ തഴയപ്പെടൽ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥ സംഘടനയെ സ്നേഹിക്കുന്ന, സംഘടനയുടെ വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകർ എന്നുള്ള നിലയിൽ അവർക്ക് ചെയ്തു പോകാൻ കഴിയുന്ന കാര്യം. അപ്പോൾ ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വസ്തുനിഷ്ഠമായി ഒരു ആ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാണത്തിന് നല്ലത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, വളരെയധികം നന്ദി JS അഖിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ സെക്രട്ടറിയായി ഇപ്പോൾ അബിൻ വർക്കിയെ തിരഞ്ഞെടുത്തതിൽ ഒരു അതൃപ്തി അത് അബിൻ വർക്കി തന്നെ പരസ്യമായി ഇപ്പോൾ പ്രകടമാക്കിയിട്ടുണ്ട്. തനിക്ക് കേരളത്തിലിരുന്ന് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നാണ് അബിൻ വർക്കി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും അബിൻ വർക്കി പറയുന്നുണ്ട്. അത് പരസ്യമാക്കിയാണ് അബിൻ്റെ പ്രതികരണം. എന്നാൽ പാർട്ടിയെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ദേശീയ സെക്രട്ടറി ആകാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അബിൻ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കേരളത്തിൽ തുടരാൻ അവസരം നൽകണമെന്നും വൈസ് പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടും, ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ അടക്കം വരുന്ന ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം അടുത്തു നിൽക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ N. ശ്രീകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. N. ശ്രീകുമാർ, നോക്കൂ, അതായത് ഈ അബിൻ വർക്കി പറയുന്നത് തനിക്ക് കേരളത്തിൽ നിന്നാൽ മതി എന്നുള്ള ഒരു കാര്യമാണ്. ദേശീയ നേതൃത്വത്തോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലൊരു മാറ്റം വരാനുള്ള ഒരു സാധ്യത അത് എത്രത്തോളമുണ്ട്? കാരണം പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ്, അതിന് ഇനിയൊരു മാറ്റം വരാനുള്ളൊരു സാധ്യത അത് എത്രത്തോളമുണ്ട്? അല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നിയമിച്ചതും ദേശീയ സെക്രട്ടറിമാരെ നിയമിച്ചതും തമ്മിൽ ഇനി മാറ്റം ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ മാത്രമല്ല നിയമിച്ചത്, മൊത്തം 5 പേരെ നിയമിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് കേരളത്തിൽ നിന്നുള്ള ദേശീയ സെക്രട്ടറിമാരാണെന്ന് മാത്രം. ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ദേശീയ അധ്യക്ഷൻ പുതിയ ഭാനു ചിബ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ അബിൻ വർക്കി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും DYFIയും നേർക്കുനേർ പോരാടുന്ന പ്രസ്ഥാനങ്ങളാണ്. ദേശീയ തലത്തിലെ യൂത്ത് കോൺഗ്രസിനെ നേരിടേണ്ടത് BJPയും അവരുടെ സഖ്യകക്ഷികളൊക്കെയാണ്. പക്ഷെ അവിടെ സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളത്തില് DYFIയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഭരണമൊക്കെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയും ഭരണത്തിലൂടെ ആണെങ്കിലും ഒക്കെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയെ അതേപോലെ തിരിച്ചടിക്കാനുള്ള ആവേശം കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അബിൻ വർക്കി കേരളത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് പറഞ്ഞത്. അത് കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ സാധാരണ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിമാരെ നിയമിച്ചാൽ അവർക്ക് മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ ചുമതല കൊടുക്കും. അപ്പൊ ആ ചുമതല അവർ ആ സംസ്ഥാനമാണ് അതിന്റെ ഒരു ഉത്തരവിലുള്ളത്. അപ്പൊ അങ്ങനെ ഇവർക്ക് വല്ല ബീഹാറോ ബംഗാളോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടിയാൽ അവിടെ പോയിട്ട് അവിടെ യൂത്ത് കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ളൊരു സംവിധാനം ഉണ്ടാവുക. അതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ ഇപ്പോഴത്തെ തുടർഭരണത്തിൽ യൂത്ത് കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അതായത് അവര് പ്രവർത്തകരെ പോലീസിന്റെ സാന്നിധ്യത്തിൽ DYFIക്കാർ ആക്രമിക്കുക, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ ആക്രമിക്കുക, എന്നിട്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ കൊണ്ട് പരിഹസിക്കുക. അതുപോലെ അബിൻ വർക്കി, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, അതുപോലെ മറ്റുള്ള ഒരുപാട് നേതാക്കളെ അധിക്ഷേപിച്ചിട്ടുള്ള നീക്കങ്ങൾ. അപ്പൊ ഇതിനൊക്കെതിരെ പോരാടാനുള്ള ഒരു തീവ്രമായ ആവേശം ഇവർക്കിടയിലുണ്ട്. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ സമരം നയിക്കണം, കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി രംഗത്തിറങ്ങാനുള്ള അവസരം തരണം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ആവശ്യത്തിന്റെ പേരിൽ പറയുന്നതാണ്. പക്ഷെ അത് അതേപോലെ അനുവദിച്ചു കൊടുക്കാനൊന്നും ഒരു പാർട്ടിക്ക് ഒരിക്കലും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത് KC വേണുഗോപാലിനെ പോലെ കേന്ദ്രത്തിലും കേരളത്തിലൊക്കെ പ്രവർത്തിക്കാമല്ലോ എന്ന്. അത് അഭിനന്ദിക്കാൻ പറ്റും, പക്ഷെ അത് എത്രത്തോളം പറ്റും എന്നുള്ളതൊക്കെ വേറെ കാര്യം. കാരണം ചുമതല ഏൽപ്പിച്ചാൽ
ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ സ്ഥാനം ഏറ്റെടുക്കാതെ മാറി നിൽക്കണം. അങ്ങനെ സ്ഥാനം ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്ന സ്വഭാവം കോൺഗ്രസിലും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും ചെയ്യാറില്ല. അത് പാർട്ടി ധിക്കരിക്കലാകും. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാനുള്ള ഒരു തീവ്രമായ വികാരം ഈ അബിൻ വർക്കിയെ പോലുള്ളവർക്കൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹം ഒരുപാട് മർദ്ദനമേറ്റിട്ടുള്ള ആളാണ്, സമര മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നിന്നിട്ടുള്ള ആളാണ്. അപ്പൊ ആ ഒരു കിട്ടാവുന്ന അവസരം ഇവിടെ നിർവഹിക്കുന്നതിന് പകരം വേറെ ഏതെങ്കിലും സംസ്ഥാനം പോയിട്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് സംഘടനാപരമായ പ്രവർത്തനം നിർവഹിക്കുമ്പോൾ കിട്ടില്ലല്ലോ. അതായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടന ഒരിക്കൽ നടന്നാൽ പിന്നെ അത് മാറ്റുന്ന പ്രശ്നമൊന്നും ഇന്നേ വരെ പാർട്ടി കാണിച്ചിട്ടില്ല. അതാണ് അവരുടെ കീഴടക്കം. അപ്പൊ അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ താല്പര്യം ഇവിടെ നിൽക്കാനാണ് എന്ന് പറഞ്ഞു. അത് പാർട്ടി കേൾക്കും, ചില അവസരങ്ങൾ കൊടുക്കും. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതായത് ഇനിയിപ്പോൾ ഈ ഒരു നേതാവ് തന്നെ പറയുകയാണ് തനിക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ആ ഒരു സ്ഥാനം അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ? അല്ല, താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കേരളത്തിൽ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം ഒരുക്കണം എന്നാണ് പറഞ്ഞത്. അത് സാധാരണയിൽ അങ്ങനെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇപ്പൊ പറയുന്നതിന് ഞാൻ അബിൻ വർക്കിയെ കുറ്റപ്പെടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം അനുഭവിച്ച പോലീസ് മർദ്ദനങ്ങളും അതുപോലെ തന്നെ CPM പ്രവർത്തകരിൽ നിന്നും DYFIക്കാരിൽ നിന്നും ഉണ്ടായ അവഹേളനവും അതുപോലെ ഭരണതലത്തിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ടിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിയത് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു ഒരു തീവ്രമായ വികാരം വരും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് അഭ്യർത്ഥന അദ്ദേഹം KPCCയുടെ മുന്നിൽ വെച്ചു എന്ന് മാത്രം. അത് ഇവിടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം ഈ ഇലക്ഷൻ വരെ ഇവിടെ അനുവാദം കൊടുത്തിട്ട് ഇലക്ഷന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലെ ചുമതല, അതായത് ഇലക്ഷൻ ഇപ്പൊ നടക്കാത്ത സംസ്ഥാനങ്ങളിലെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു പഞ്ചായത്ത് അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ ശേഷം മറ്റ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, ഒരു ക്രമീകരണമൊക്കെ നടത്തി കൊടുക്കാൻ പറ്റും. അതല്ലാതെ അബിൻ വർക്കിയെ ഇനിയും നിയമിച്ച രീതിയിൽ നിന്നും ഒരു തീരുമാനവും മാറ്റാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവില്ല. അങ്ങനെ മാറ്റാൻ പാടില്ല, മാറ്റാറുമില്ല, അങ്ങനെ മാറ്റുന്ന പതിവുമില്ല. വളരെയധികം നന്ദി ശ്രീ N. ശ്രീകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, അതായത് ഈ അധ്യക്ഷ സ്ഥാനം ലഭിച്ചതിന് പിന്നാലെ, അതായത് ദേശീയ സെക്രട്ടറിയായി ഇപ്പോൾ അബിൻ വർക്കിയെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ വലിയ രീതിയിലൊരു വിമർശനം, അല്ലെങ്കിൽ ഈ പാർട്ടിയെ പ്രത്യക്ഷത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും ഒരു തനിക്ക് ഉള്ളൊരു അതൃപ്തി അത് പരസ്യമായി തന്നെ ഇപ്പോൾ അബിൻ വർക്കി പ്രകടമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ജനീഷിന് പകരം പരിഗണിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അബിൻ വർക്കി. തീർച്ചയായിട്ടും അബിൻ വർക്കി വളരെ മാന്യമായ ഒരു പ്രതികരണമാണ് നടത്തിയത്. അതായത് പാർട്ടി അല്ലെങ്കിൽ തന്നെ ഈ വിഷയത്തിൽ പല തട്ടിലാണ്, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ അതിശക്തമായ വടംവലി നടക്കുന്നു എന്ന രീതിയിലൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നൊരു ഘട്ടത്തില് നിലവിലെ ഉപാധ്യക്ഷനായിരുന്ന അബിൻ വർക്കിക്ക് ഒരു സ്വാഭാവികമായിട്ടും അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഊഴം കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഐ ഗ്രൂപ്പ് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പിൽ നിന്ന് ആളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ പാടില്ല എന്നൊക്കെയുള്ള അതിസമ്മർദ്ദം, ഇപ്പൊ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരുടെ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. ആ ഒരു ഇതിലാണ് ഇപ്പോ പുതിയ അധ്യക്ഷനായിട്ട്, നേരെ പേര് ജെനിൻ. ഹലോ, കേൾക്കാം സർ, പറഞ്ഞോളൂ. പുതിയ അധ്യക്ഷൻ വന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഇതില് ഗ്രൂപ്പ് തർക്കമുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അബിൻ വർക്കിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അന്ന് ഇപ്പൊ ഈ നിലവിലെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ സ്ഥാനം ഒഴിയേണ്ടി വന്നു. അന്ന് അതിനു മുമ്പ് ഈ പറഞ്ഞ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അതായത് മാങ്കൂട്ടത്തിൽ ജയിച്ചത് വ്യാജ വോട്ടുകൾ ചേർത്താണ് എന്നുള്ള രീതിയിലൊക്കെ പല ആരോപണങ്ങൾ വന്നപ്പോഴും ഇതിലൊന്നും ഉൾപ്പെടാതെ, അതേക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ, പൊതുമണ്ഡലത്തിൽ അതിനെതിരെ ഒരു വിമർശനമായിട്ട് വരാതെ തനിക്ക് കിട്ടിയ നിയമപ്രകാരം നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഉപാധ്യക്ഷ സ്ഥാനത്ത് വളരെ സന്തോഷത്തോടെ ജോലി ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹവും മാങ്കൂട്ടത്തിലിനെ പോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് പാർട്ടിയുടെ നയ പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. മാത്രമല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച സമയത്ത് ആ ദിവസം മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് നിലമ്പൂരായാലും അതിനു മുമ്പ് പുതുപ്പള്ളിയിലും
തൃക്കാക്കരയിലും എല്ലായിടത്തും പറന്ന് പ്രവർത്തിച്ചിട്ടിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം അർഹിച്ചിരുന്നു എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ എന്ത് ചെയ്യാൻ, ദൗർഭാഗ്യവശാൽ ഈ കോൺഗ്രസിലൊക്കെ പലപ്പോഴും ഇപ്പൊ ഈ പുതിയ പ്രസിഡന്റ് കഴിവില്ലാത്ത ആളാണെന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതിനകം തന്നെ കഴിവ് തെളിയിച്ച, തന്റെ റോഡ് ഹിസ് മെറ്റൽ എന്നൊക്കെ പറയുന്ന പോലെ തന്റെ കഴിവും കരുത്തും തെളിയിച്ച ഒരാളാണ് അബിൻ വർക്കി. എന്തെങ്കിലും ആട്ടെ, ഇപ്പൊ അബിൻ വർക്കി പറയുന്നു ദേശീയ സെക്രട്ടറി ആക്കുന്നു. അദ്ദേഹം പറയുന്നു എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് താല്പര്യം, അതുകൊണ്ട് ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം, അതിനൊരു സൗകര്യം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ, മാത്രമല്ല ഏതെങ്കിലും ജാതി സമവാക്യത്തിന്റെ പേരിൽ KPCC പ്രസിഡന്റ് ഒരു ക്രിസ്ത്യാനി കത്തോലിക്കൻ, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി, ഇപ്പൊ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ക്രിസ്ത്യാനി ആവുന്നത് കൊണ്ടാണോ ഏതെങ്കിലും, അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ എന്റെ ഒന്നും മനസ്സിൽ ഒരു ജാതി മത സമവാക്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞാൻ കരുതുന്നില്ല. പണ്ട് വയസ്സുകാലത്ത് കോളേജിൽ വിളിച്ച ആ മുദ്രാവാക്യമൊക്കെ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭ്യർത്ഥന ഇതാണ്, ഞാൻ പരസ്യ പ്രതിഷേധത്തിനൊന്നുമില്ല, പക്ഷെ എനിക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലം വരുന്നു, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നൊരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കണം, അത് മാത്രമാണ് അഭ്യർത്ഥന. പക്ഷെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ദേശീയ അധ്യക്ഷൻ പറയുന്നു അതിലൊരു മാറ്റവും ഇല്ല അദ്ദേഹത്തിന് പുതിയ പദവി കൊടുത്തതിന്. ഇപ്പോ അദ്ദേഹം അല്ലെങ്കിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന മറ്റൊരാളും, അത് ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിലും ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് നിയമിതനായിരിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരും ദേശീയ സെക്രട്ടറി ആയി പോകുന്നു. പക്ഷെ ഫലത്തിൽ ഇത് സംസ്ഥാനത്ത് കേരളത്തിലുള്ള പോലുള്ള ഒരു പ്രവർത്തന രീതിയൊന്നും, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയോ അന്തരീക്ഷമൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നൊരു വസ്തുതയാണ്. അത് മറ്റാരേക്കാൾ നന്നായിട്ട് അതിനും ഈ ബിനുവിനും ഒക്കെ അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് കേരളം വിട്ടൊരു തട്ടകം വേണ്ട എന്നവർ പറയുന്നത്. ഏതായാലും ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടത് അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു. ഇപ്പോ ജനീഷ് പ്രസിഡന്റ് പദവിയിൽ തുടരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനത്തിന്റെ അധികം വെല്ലൊച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ, പാർട്ടി അച്ചടക്കത്തിന് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങളിലേക്കൊക്കെ ചുരുങ്ങിയാൽ ഒരുപക്ഷെ അബിൻ വർക്കിയെ പല മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ പരിഗണിക്കാൻ സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ്. അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായ ഒരു മുഖമാണ്. വളരെ മാന്യമായ, വളരെ മെച്യൂറായിട്ട്, വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ ഏതായാലും ഇന്നിപ്പോ KPCC പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. KC വേണുഗോപാലിന്റെ മാതൃക നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹം കേരളത്തിലുമുണ്ട് കേന്ദ്രത്തിലുമുണ്ട്, വലിയ പദവികളും വഹിക്കും. ദേശീയ സെക്രട്ടറി ആണെങ്കിലും കേരളം തട്ടകാക്കിക്കൊണ്ട് പ്രവർത്തിക്കാം. ഇടയ്ക്ക് യോഗങ്ങൾക്കൊക്കെ പോകണമെന്നല്ലേ ഉള്ളൂ. KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു റോൾ മോഡൽ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾക്കൊരു മികച്ച മാതൃക നമ്മുടെ മുമ്പിലുണ്ടല്ലോ എന്നുള്ള ഒരു പ്രതികരണം KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു. അപ്പൊ ഏതായാലും വലിയ ഒച്ചപ്പാടില്ല. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച് വലിയ പൊട്ടിത്തെറി അബിൻ വർക്കി ആ സ്ഥാനം വേണ്ട, താൻ നിരസിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഫലത്തിൽ എനിക്ക് ആ സ്ഥാനം വേണ്ട എന്നാണ്. എങ്കിൽ പോലും അതിന് ഉപയോഗിച്ച ഭാഷയ്ക്കൊക്കെ വളരെ ഒരു എന്താ പറയാ, മയമുണ്ട്, മര്യാദയുണ്ട്, മാന്യതയുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകന്റെ, അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകന്റെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ആ ഒരു അന്തസ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം വാക്കുകൾ ഉപയോഗിച്ചത്. ബന്ധപ്പെട്ട ഫോറത്തിൽ ഞങ്ങൾക്ക് പറയാൻ അവസരമുണ്ട് കോൺഗ്രസിൽ, ഞങ്ങൾ ആ ഫോറത്തിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. പക്ഷെ പരസ്യമായിട്ട് നേതൃത്വത്തെയോ നേതാക്കളെയോ അപലപിക്കാനോ അതിനെതിരെ പൊട്ടിത്തെറിക്കാനോ ഒന്നും ഞാനില്ല. വളരെ ശാന്തതയോടെ, സംയമനത്തോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോർജ് കൊടിപ്പാറ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കേരളത്തിൽ പ്രവർത്തിക്കണമെന്നാണ് തനിക്ക് ആഗ്രഹമെന്നും എന്നാൽ പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത അബിൻ വർക്കി ഇപ്പോൾ പറയുന്നുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ കൂടെ നോക്കുമ്പോൾ, പാലക്കാട് നെന്മാറയിൽ സജിതയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ലാതെയാണ് ചെന്താമര വിധി കേട്ടത്. തനിക്കൊന്നും പറയാനില്ലെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ശിക്ഷാവിധി മറ്റന്നാൾ പ്രസ്താവിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ കോടതിയാണ് നെന്മാറ സജിത കൊലക്കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. 2019 ചെന്താമര സജിതയെ കൊലപ്പെടുത്തുന്നത്. തന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം. ഇരുവരും കൂടോത്രം നടത്തിയതാണ് ഭാര്യ തന്നിൽ നിന്നും അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം ഈ വർഷം ജനുവരിയിൽ ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് സുധാകരന്റെയും സജിതയുടെയും മക്കളായ അതുല്യയും അഖിലയും പ്രതികരിച്ചത്. ചെന്താമര ജീവിച്ചിരിക്കുന്നത് തന്നെ ഭയമെന്നും കുട്ടികൾ. ചെന്താമരയെ ഭയന്ന് പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശി പുഷ്പ തമിഴ്നാട്ടിലേക്ക് നാടുവിട്ടിരുന്നു. ഇയാൾക്കുള്ള ശിക്ഷാവിധി വ്യാഴാഴ്ച പ്രസ്താവിക്കും. മലയാളം ന്യൂസ്, പാലക്കാട്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.